നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് ഇന്ന്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, UP, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിലെ 57 മണ്ഡലങ്ങളിൽ ഇന്ന് വിധിയെഴുതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലും ഇന്നാണ് വിധിയെഴുത്ത്. 6 മണിക്ക് പോളിംഗ് കഴിയുന്നതോടെ ചാനലുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ്. ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ജനവിധിയോട് പ്രതികരിക്കാമെന്നും ടെലിവിഷനുകളുടെ റേറ്റിംഗ് കൂട്ടാനുള്ള പണിക്കില്ലെന്നും പാർട്ടി വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇസ്രായേലി കമ്പനി സ്റ്റോയിക് ഇടപെട്ട് BJP വിരുദ്ധ പ്രചാരണത്തിന് ശ്രമിച്ചതായി OpenAI റിപ്പോർട്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഓൺലൈൻ ലേഖനങ്ങൾ, സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റുകൾ എന്നിവ തയ്യാറാക്കി വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ. BJP വിരുദ്ധവും കോൺഗ്രസ് അനുകൂലവുമായ പ്രചാരണത്തിന് കമ്പനി ശ്രമിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. അതേസമയം ഇടപെടൽ ആരംഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഇക്കാര്യം കണ്ടെത്തി തടസ്സപ്പെടുത്തിയതായും പ്രചാരണം വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നുമാണ് OpenAIയുടെ കണ്ടെത്തൽ. 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കന്യാകുമാരിയിൽ നിന്ന് മടങ്ങും. വ്യാഴാഴ്ച രാത്രി 7:30യോടെയാണ് നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനം ആരംഭിച്ചത്. ധ്യാനം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് ഹാൻഡിലിൽ 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ 4ാം പാദത്തിലുണ്ടായ GDP വളർച്ചയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. ട്വീറ്റിനെതിരെ പരിഹാസമായെത്തിയ കോൺഗ്രസ് ഏകാഗ്രമായിരിക്കും മോദിജി, ഫോൺ ദൂരെ മാറ്റിവെക്കൂ എന്നും എക്സിൽ കുറിച്ചു. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്കും സിദ്ധരാമയ്യർക്കുമെതിരെ ശത്രു സംഹാര യാഗം നടത്തിയെന്ന ആരോപണമുന്നയിച്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിന് ഭ്രാന്താണെന്നും കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തെ പരിഹസിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാജരാജേശ്വരി ക്ഷേത്രം അത്തരം ദുർമന്ത്രവാദ പൂജകൾ നടക്കുന്ന ഇടമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം എക്സോലോജിക് വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകൾ വീണയെയും അദ്ദേഹം പൂർണ്ണമായി പിന്തുണച്ചു. മാധ്യമങ്ങൾ കള്ളപ്രചാരണങ്ങൾ നടത്തിയാൽ അതിനെ ആശയം കൊണ്ട് നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയം ഇതുപോലെ അധപ്പതിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന് സമീപം കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടത്തിയെന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ ആരോപണം തള്ളി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. DK ശിവകുമാർ പറഞ്ഞതുപോലെ മൃഗബലി നടന്നതിന് തെളിവില്ല. ക്ഷേത്രങ്ങളും പൂജാരികളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകിയത്. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം വെച്ച് ശത്രു ഭൈരവ എന്ന പേരിൽ നടത്തിയ യാഗത്തിൽ 52 മൃഗങ്ങളെ ബലി നൽകിയെന്നാണ് DKയുടെ ആരോപണം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം. CBI അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം ലഭിച്ചത്. എന്നാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് നിരാശാജനകമാണെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. പ്രതികൾക്ക് ഇനി ഫോൺ ഉപയോഗിക്കാം, തെളിവ് നശിപ്പിക്കാം, സാക്ഷികളെ സ്വാധീനിക്കുകയും ചെയ്യാം. CBI കേസ് ഏറ്റെടുക്കാതിരിക്കാനടക്കം സർക്കാർ നീക്കം നടത്തി. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ വിശദീകരിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് മതിയായ തെളിവില്ലെന്ന് ഹൈക്കോടതി. ആത്മഹത്യാ പ്രേരണ കുറ്റം വിചാരണയിൽ പരിഗണിക്കേണ്ട വിഷയമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾക്ക് നേരെ കുവൈത്തിലെ KMCC യോഗത്തിൽ കയ്യേറ്റം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, സെക്രട്ടറിമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കളെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനാണ് നേതാക്കൾ കുവൈത്തിലെത്തിയത്. കോവിഡിന് ശേഷം അസാധാരണമായ തിരിച്ചുവരവ് നടത്തിയ കേരളത്തിൽ ടൂറിസ്റ്റുകളുടെ വരവിൽ റെക്കോർഡ് വർധനവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 2023-22 അപേക്ഷിച്ച് 17% വർധനയോടെ 2.25 കോടിയിലധികം വിനോദസഞ്ചാരികളുടെ വരവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കണക്കുകൾ കേരളത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൂറിസം വ്യവസായത്തിൻ്റെ യഥാർത്ഥ കഥ പറയുന്നുവെന്നും മന്ത്രി പറഞ്ഞു.
വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം അന്തിമഘട്ടത്തിൽ. യൂണിഫോം വിതരണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സർക്കാർ വിഭാഗത്തിൽ 1 മുതൽ 4 വരെ ക്ലാസുകൾക്കുള്ള LP സ്കൂൾ, 1 മുതൽ 5 വരെയുള്ള LP സ്കൂൾ, 1 മുതൽ 7 വരെയുള്ള UP സ്കൂൾ, 5 മുതൽ 7 വരെയുള്ള UP സ്കൂൾ, 1 മുതൽ 4 വരെയുള്ള എയ്ഡഡ് LP സ്കൂൾ എന്നിവയിലെ വിദ്യാർത്ഥികൾക്കാണ് കൈത്തറി യൂണിഫോം നൽകുന്നത്. ഇടുക്കിയിലും കോട്ടയത്തും കനത്ത മഴ, വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലുമുണ്ടായി. തൊടുപുഴ പുളിയാൻമല സംസ്ഥാന പാതയിലെ കരിപ്പലങ്ങാട്ട് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം നിർത്തപ്പെട്ടു. മണ്ണിടിഞ്ഞു വീണ് 2 കാറുകൾ മണ്ണിനും മരങ്ങൾക്കും ഇടയിൽ കുടുങ്ങി. മണ്ണിടിഞ്ഞു വരുന്നത് കണ്ടതോടെ കാർ നിർത്തി ഇറങ്ങിയോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആർക്കും പരിക്കില്ല. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രി യാത്ര നിരോധിച്ച് കളക്ടർ ഉത്തരവിട്ടു. ഉത്തരേന്ത്യയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് തീവ്ര ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ മാത്രം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. താപനില 45 ഡിഗ്രിക്ക് മുകളിലാണ്. ഔറംഗാബാദിലും പാറ്റ്നയിലുമാണ് ഏറെയും മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉഷ്ണതരംഗം മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ രാജസ്ഥാൻ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ദേശീയ ദുരന്തമായി ഉഷ്ണതരംഗത്തെ പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാനത്ത് 5 പേർ മാത്രമാണ് ചൂടിനെ തുടർന്ന് മരിച്ചതെന്നും മാധ്യമങ്ങൾ കണക്ക് പെരുപ്പിച്ച് കാട്ടുകയാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഉഷ്ണതരംഗം കനത്തതോടെ ദില്ലിയിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു. ജല ടാങ്കറുകൾക്കായി മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ് ഓരോ ഗ്രാമത്തിലെയും മനുഷ്യർ. അതിനിടെ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ജലം ആവശ്യപ്പെട്ട് ദില്ലി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ദില്ലിയിൽ കുടിവെള്ള ടാങ്കറുകൾ ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ജലദുരുപയോഗം തടയുന്നതിനായി 200 സംഘങ്ങളെയും നിയോഗിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.